മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണമെന്ന്. എന്താണ് പഠിപ്പിക്കേണ്ടത്? നമ്മുടെ മക്കളെ നമ്മൾ പറയുമ്പോൾ വളരെ ചെറിയ കുട്ടി മുതൽക്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ വരെ ഉണ്ടാവും. എല്ലാവരെയും ഞാൻ നമ്മുടെ മക്കള് അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറഞ്ഞൊന്ന് വിചാരിക്കാം. ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല, ലോവർ പ്രൈമറിയിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളല്ല അപ്പർ പ്രൈമറിയിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ഹൈസ്കൂൾ ആവുമ്പോഴും കോളേജിലേക്ക് ആവുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ വ്യത്യാസമുണ്ട്. ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കപ്പാസിറ്റിയിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടി കൊടുക്കേണ്ട കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവണം. നമ്മുടെ മക്കളിൽ സംസാരിക്കുന്ന രീതി വ്യത്യാസം ചെറിയ കുട്ടിയിലാണ്. 1 വയസ്സായിട്ടുള്ള കുട്ടിയോട് സംസാരിക്കുന്ന രീതിയിലല്ല നമ്മൾ 3 വയസ്സായിട്ടുള്ള കുട്ടികളോട് സംസാരിക്കാറുള്ളത്. 5, 10, 15, 20 വയസ്സായ കുട്ടികളോട് നമ്മളുടെ മക്കളോട് സംസാരിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട കാര്യത്തിലും വ്യത്യാസമുണ്ട്. എല്ലാം ഈ ലോകത്തിലെ മലയാളം അറിയാവുന്നവർ ആരെല്ലാം ഈ യൂട്യൂബ് കാണുന്നോ അവരോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പൂർവികര് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ബാലപാഠം എന്ന് പറയുന്നത് നല്ല ജീവിത സന്ദേശം, സത്യം, ധർമ്മം, നീതി, ന്യായം, അതുപോലെ തന്നെ അഹിംസ, അതുപോലെ തന്നെ ആദരവ്, ബഹുമാനിക്കേണ്ടത്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, സന്തോഷം, ഇങ്ങനെയുള്ള പോസിറ്റീവുകളെല്ലാം കൊടുക്കാനും നെഗറ്റീവുകൾ ചെയ്താൽ അല്ലെങ്കിൽ നെഗറ്റീവുകളിലൂടെ പോയാൽ എന്ത് തിന്മകൾ ഉണ്ടാകുമെന്ന് അറിയിക്കാനും, പോസിറ്റീവ് ചെയ്താൽ എന്ത് നന്മകൾ ഉണ്ടാവും, നെഗറ്റീവുകൾ ചെയ്താൽ എന്ത് തിന്മയുണ്ടാകും എന്നറിയിക്കാൻ വളരെ ചെറുപ്പം മുതൽക്ക് നമ്മുടെ പൂർവികർ കൊടുത്തിരുന്ന ഔഷധമാണ്, മരുന്നാണ്, ടോണിക്കാണ് കഥകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കത് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ സാറേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എനിക്ക് ഒരു കഥയും അറിഞ്ഞുകൂടാ സാറേ എന്ന് വേറെ ചിലർ പറയാറുണ്ട്. ഞാനൊരു കഥയും കേട്ടിട്ടുമില്ല, ഞാനൊരു കഥയും വായിക്കാറുമില്ല, എനിക്ക് ഈ കഥകളുടെ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ എന്തെല്ലാം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു ഭിക്ഷക്കാരന് പൈസ കൊടുക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ബാങ്കിൽ പോയിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങൾ തുണിക്കടയിൽ പോയിട്ട് ഒരു തുണി വാങ്ങിക്കണമെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങൾ ആർക്കെങ്കിലും ചോറ് വിളമ്പി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചോറുണ്ടാവണം. അപ്പൊ ഇല്ലാത്ത ഒരെണ്ണം കൊടുക്കാൻ ശ്രമിച്ചാൽ വിജയിക്കില്ല. അതിന്റെ അർത്ഥം ഇല്ല എന്ന കാരണത്താൽ നമുക്ക് വെറുതെ ഇരിക്കാം എന്നാണോ? എന്റെ വീട്ടില് അരിയും പച്ചക്കറികളും ഒന്നുമില്ല, അതുകൊണ്ട് വീട്ടിൽ ഭക്ഷണം വെക്കാറില്ല എന്ന് പറയാറുണ്ടോ? അരിയും പച്ചക്കറിയും വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള പ്രവൃത്തി ചെയ്യണം. ആ പൈസ കൊണ്ട് അരിയും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. അപ്പൊ എനിക്ക് കഥ അറിഞ്ഞൂടാ എന്നുള്ളതൊരു ന്യായീകരണമല്ല. ചെറിയ ചെറിയ കഥകൾ പഠിക്കണം, അത് പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം, അത് എക്സാജറേറ്റ് ചെയ്യാത്ത വിധത്തിൽ പറഞ്ഞു കൊടുക്കണം, കുട്ടിയുടെ മനസ്സിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ പറഞ്ഞു കൊടുക്കണം, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആ കഥയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഈ കഥകളിലൂടെയാണ് നമ്മുടെ മക്കൾക്ക് സത്യത്തിന്റെ വില അറിയുന്നത്, ബുദ്ധിയുടെ വില അറിയുന്നത്, യുക്തിയുടെ വില അറിയുന്നത്, ശരീരശക്തിയുടെ വില അറിയുന്നത്, സമയത്തിന്റെ ക്ലിപ്തതയുടെ വില അറിയുന്നത്, ദാനം ചെയ്യുന്നതിന്റെ വില അറിയുന്നത്. ഇങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നന്മകള് നമ്മുടെ മനസ്സിലും നമ്മുടെ വീക്ഷണത്തിലും നമ്മുടെ പ്രവൃത്തിയിലും ഉണ്ടാകണമോ അതെല്ലാം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവരുടെ കയ്യിൽ അത് ഉണ്ടാവണം. അപ്പൊ മാതാപിതാക്കള് നമ്മുടെ മക്കൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം. ആ കഥകള് നമ്മൾ കേൾപ്പിക്കുക. അവര് നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. ചെറുപ്പത്തില് അമ്മേ കഥ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ശീലമുള്ള അമ്മയാണെങ്കില്, അമ്മൂമ്മയാണെങ്കില് അവര് മുമ്പിൽ വന്നിരിക്കും. അപ്പോ ആ കുട്ടി എടുക്കാൻ ആഗ്രഹത്തോടുകൂടി വന്നിരിക്കുമ്പോഴാണ് നമ്മള് കഥയുമില്ല ഒന്നുമില്ല, എനിക്ക് കഥയൊന്നും അറിഞ്ഞുകൂടാന്ന് നമ്മൾ പറയുന്നത്. ആ കുട്ടിയെ കൊണ്ട് നിരുത്സാഹപ്പെടുത്താണ്. MT വാസുദേവൻ നായർ, ശ്രീ MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയപ്പോ അദ്ദേഹത്തിനോട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളില്
സ്വീകരണം കൊടുത്ത സമയത്ത് കുറെ കുട്ടികൾ ഒരു ചോദ്യം ചോദിക്കേണ്ടായി. അങ്ങക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയപ്പോൾ അങ്ങ് ആരെയാണ് ചിന്തിച്ചത്? ആർക്കാണ് ഈ ജ്ഞാനപീഠം അവാർഡ് മനസ്സാ സമർപ്പിച്ചതെന്ന് ചോദിച്ചതിന് ഉത്തരം 1 മിനിറ്റ് പോലും വൈകാതെ ശ്രീ MT വാസുദേവൻ നായർ പറഞ്ഞത്, എൻ്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കുമാണ് ഇത് സമർപ്പിച്ചത്. എന്താ കാരണം അറിയോ? എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ അമ്മയും അമ്മൂമ്മയും എന്നോട് പറഞ്ഞു തന്നിരിക്കുന്ന പുരാണത്തിലെയും മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകളും അനുഭവങ്ങളുമാണ്. അതാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ഇപ്പൊ ശരിക്ക് ഒരു ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച ഒരു വ്യക്തിയെ സൃഷ്ടിച്ചത് അതിന് യോഗ്യതയുള്ള മാതാപിതാക്കള് കഥകളിലൂടെയാണ്. ഓർമ്മിക്കാം, ഇപ്പൊ കഥകള് അന്ധവിശ്വാസങ്ങളുടേതല്ല, കഥകള് ദുരാചാരങ്ങളുടേതല്ല. കഥകള് നന്മ നിറഞ്ഞ രീതിയിൽ വലിയ സന്ദേശം മധുരമേറിയ ക്യാപ്സ്യൂളായിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം, നല്ല രീതിയിൽ കഥകൾ കേൾപ്പിക്കാം. ഇനി നല്ല രീതിയിൽ കഥകൾ കേൾപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ കഥകൾ കാണിപ്പിക്കാൻ പറ്റും. നല്ല കഥാപുസ്തകം കുട്ടികൾക്ക് കൊടുക്കാം, നല്ല കഥാപുസ്തകം. എന്നിട്ട് അത് വായിക്കാൻ പറയാം. എന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ആ രാജകുമാരന്റെ പേരെന്തായിരുന്നു? ആ രാജകുമാരൻ ഏത് നാട്ടുകാരനായിരുന്നു? ആ രാജകുമാരന്റെ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു? ആ രാജകുമാരൻ എന്താണ് ചെയ്തത്? ആ രാജകുമാരനില് ആരാണ് മാറ്റം ഉണ്ടാക്കിയത്? ആ രാജകുമാരൻ എത്ര ദുഃഖിതനായിരുന്നു? അയാൾ ദുഃഖിക്കാൻ കാരണം എന്താ? ആ ദുഃഖം എന്തുകൊണ്ടാണ് ഇല്ലാതെയായത്? ആ ദുഃഖം ഇല്ലാതെയാക്കാൻ ആരാ സഹായിച്ചത്? അയാളെ എങ്ങനെയാ സഹായിച്ചത്? അയാൾ ആരായിരുന്നു? ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നു വിചാരിക്കാം. എന്ത് രസകരമായിട്ട് ആ കുട്ടി ഇങ്ങനെ തലച്ചോറില് ചിന്തിച്ചെടുക്കും. ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള കുറെ ബ്രഹ്മി എന്ന് പേരിട്ട മരുന്നുകളുണ്ട്. 100-150 കോടി രൂപയുടെ മരുന്നുകളാ പരീക്ഷാ സമയത്ത് ചെലവാകുന്നത്. ആ സാധനങ്ങൾ കൊണ്ട് ഒരു പ്രയോജനമില്ല. മരുന്ന് കഴിച്ചാൽ ഓർമ്മശക്തി കൂടുകയൊന്നുമില്ല. ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓർമ്മശക്തി കൂട്ടേണ്ടത്. ഓർമ്മിപ്പിക്കാൻ അവസരമുണ്ടാക്കിക്കൊണ്ടാണ് ഓർമ്മശക്തി കൂട്ടേണ്ടത്. നമ്മളുടെ മക്കളുടെ ഓർമ്മശക്തി കൂട്ടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ആ കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിക്കാം, ചോദിക്കാം. രാവിലെ നീ എത്ര മണിക്കാണ് എഴുന്നേറ്റത്? എഴുന്നേറ്റപ്പോ നീ എന്താ ചിന്തിച്ചിരുന്നത്? ഇടത്തോട് തിരിഞ്ഞാണോ വലത്തോട് തിരിഞ്ഞാണോ എഴുന്നേറ്റത്? ഏത് കാലാണ് ആദ്യം നിലത്ത് തൊട്ടത്? എഴുന്നേൽക്കുന്ന സമയത്ത് നീ എന്തായിരുന്നു ചിന്തിച്ചത്? അത് കഴിഞ്ഞ് എങ്ങോട്ടാ പോയത്? ആദ്യം സംസാരിച്ച വാക്ക് ഏതാണ്? ആദ്യം സംസാരിച്ച വരി ഏതാണ് ഇന്ന് രാവിലെ? അത് കഴിഞ്ഞ് ബാത്റൂമിൽ പോയപ്പോൾ നീ കുളിച്ചപ്പോൾ പല്ല് തേച്ചപ്പോൾ എന്താ ചിന്തിച്ചത്? എത്ര സെക്കൻഡ് പല്ല് തേക്കുകയുണ്ടായി? അത് കഴിഞ്ഞിട്ട് എന്താ ചിന്തിച്ചത്? ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു നോക്കാം. ആ കുട്ടിയുടെ ബ്രെയിൻ എന്ത് ഗംഭീരമായിട്ട് വളരുന്നറിയോ? അപ്പൊ ശരിക്ക് നമ്മുടെ മക്കൾക്ക് നമ്മൾ കഥകള് കേൾപ്പിക്കണം, കാണിപ്പിക്കാനുള്ള ഒരു വഴി ചെറിയ കഥാപുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. രണ്ടാമത്തെ വഴിയുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ കാണിപ്പിക്കുക, നല്ല സിനിമാ കഥകൾ. അതിൽ ചില ഭാഗങ്ങൾ നിങ്ങൾ വിവരിച്ചു കൊടുക്കണം. ചെറിയ കുട്ടി വലുതാവുമ്പോഴത്തേക്കും വളരെ ചെറിയ കുട്ടിക്ക് സിനിമയിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലത് എടുത്തു കൊടുക്കാൻ സാധിക്കും. ഒരാൾ വളരെ നശീകരണം ചെയ്തിരുന്ന ആളായിരുന്നു. അയാൾക്ക് അതേപോലെ ഒരു കുട്ടി ഉണ്ടായി. ഇപ്പൊ ദേവാസുരവും രാവണപ്രഭു എന്നുള്ള സിനിമ ചേർത്ത് പറഞ്ഞാല്, അല്ലെങ്കിൽ ഒരു കഥ പറയുമ്പോൾ എന്ന സിനിമ ചേർത്ത് പറഞ്ഞാല്, അല്ലെങ്കിൽ 6-ാം തമ്പുരാൻ, അതിന് മോഹൻലാലിന്റെ അതൊന്ന് വെറുതെ ഒരു കഥയാക്കിയിട്ട് പറഞ്ഞു നോക്കാം. അല്ലെങ്കിൽ വിയറ്റ്നാം കോളനിയിലെ അതിനകത്തുള്ള ഒരു കഥ നിങ്ങളതിനെ കഥയാക്കണം. അത് മുഴുവനും പറഞ്ഞു കൊടുക്കലല്ല. എന്നിട്ട് ഒരു കോളനി മുഴുവനും കീഴടക്കാനായിട്ട് ഒരു കമ്പനിക്കാരെ ഏൽപ്പിച്ച ആള് അവസാനം ആ കോളനിക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന ആളായി മാറി. അപ്പൊ എന്നും മക്കളെ നന്മ ചെയ്യുന്നവരുടെ, പാവപ്പെട്ടവരുടെ, വേദനിക്കുന്നവരുടെ, വിശക്കുന്നവരുടെ കൂടെ ഉണ്ടാവണം എന്ന ഒരു സന്ദേശം കൊടുക്കാൻ വിയറ്റ്നാം കോളനി മാതിരി ഒരു സിനിമ നമുക്ക് എത്ര വലിയ അനുഭവമാണ് തരുന്നത്. പക്ഷെ സിനിമ കാണുന്ന രീതിയിലല്ല സിനിമ കാണേണ്ടത്. നമ്മൾ സിനിമ കണ്ട് അതിൽ നിന്ന് കുറെ എടുക്കാനുള്ളത് എടുത്ത് അത് നമ്മൾ പഠിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിച്ച് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അത് പ്രചരിപ്പിക്കാനായിട്ട് കൊടുത്തിട്ട് അങ്ങനെ രീതിയിൽ നമ്മൾ ആ സിനിമാ കഥ അല്ലെങ്കിൽ നല്ല സീരിയലുണ്ട്. ഇപ്പൊ രാത്രി 9 മണിക്കും 10 മണിക്കും വരുന്ന സീരിയലിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നല്ല സീരിയലുണ്ട്. ആ സീരിയലുകള്
അല്ലെങ്കിൽ നല്ല ചെറിയ ചെറിയ അനുഭവങ്ങളുണ്ട്, നല്ല സംഭവങ്ങളുണ്ട്, ചിലര് ഇന്റർവ്യൂ ഉണ്ട്. ഇതെല്ലാം കഥകൾ പറയുന്ന ഇന്റർവ്യൂ ഉണ്ട്, ഇതെല്ലാം രാമായണ കഥ പറയുന്ന ഇന്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ വിവരണങ്ങളുണ്ട്. നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ TV-യിൽ നോക്കിയിരുന്നാൽ മതി, അവർ കഥ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ അത് കേൾപ്പിച്ചാലും മതി, എന്നിട്ട് നമ്മളൊന്ന് വിവരിച്ചു കൊടുത്താൽ മതി. അപ്പോ കഥകള് മക്കളെ കേൾപ്പിക്കുക എന്നുള്ളത് നമ്മൾ വീണ്ടും ആരംഭിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഒരമ്മ എവിടെ നിന്നെങ്കിലൊക്കെ കഥകള് ശേഖരിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അമ്മയുടെ ജീവിതം എത്ര ധന്യമാവുന്നറിയോ? ഇന്ന് നമ്മള് ഭക്ഷണം പാകം ചെയ്യലും ഔട്ടിങ്ങിന് പോവലും എന്തൊക്കെയോ ആണ് ജീവിതം എന്ന് നയിക്കുന്നത്. നമ്മുടെ വീട്ടില് ഒരമ്മ എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്. പണ്ട് സ്ത്രീകൾ ജോലിക്ക് പോകരുതെന്ന് പറയുന്നത് സ്ത്രീകളോട് എതിർപ്പുണ്ടായിട്ടൊന്നുമല്ല. ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സില് 41 സെക്രട്ടറിമാരുണ്ടായിരുന്നതില്, മന്ത്രിസഭയില് 41 സെക്രട്ടറിമാരുണ്ടായിരുന്നതിൽ 27 സെക്രട്ടറിമാരും സ്ത്രീകളായിരുന്നു. സ്പൈ ചാരന്മാരുടെ മൊത്തം ചാർജ് സ്ത്രീകൾക്കായിരുന്നു. ചാരപ്പണി നടത്തുന്ന, രാജ്യത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നടത്തുന്ന സ്ത്രീകളായിരുന്നു. സ്ത്രീകൾ അത് ശക്തമായിട്ട് ഭരണത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നു. മഹാഭാരതം സീരിയൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, മഹാഭാരതം വായിച്ചാലും മനസ്സിലാവും. ശരിക്ക് ധൃതരാഷ്ട്രർക്ക് സർവ്വ ഉപദേശങ്ങൾ കൊടുത്തത് ഗാന്ധാരിയാണ്. സർവ്വ ഉപദേശങ്ങൾ കൊടുത്തത് ഗാന്ധാരിയാണ്. പാണ്ഡവരുടെ വിജയത്തിന് കാരണം കുന്തി എന്ന അമ്മയാണ്. അപ്പൊ സ്ത്രീകള് അടുക്കളയില് ചമ്മന്തിയും ദോശയും ഉണ്ടാക്കി ജീവിച്ചിരുന്ന രാഷ്ട്രമൊന്നും അല്ല ഇത്. സ്ത്രീകള് ലൈംഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി ആനന്ദം പകരാനുള്ള വിഭാഗത്തിൽപ്പെട്ടവരുമല്ല. ശരിക്ക് നമ്മുടെ എല്ലാം ശരിക്ക് ദശരഥനെ വരച്ച വരയിൽ നിർത്തിയത് കൈകേയിയല്ലേ? ആ കൈകേയിയുടെ ചങ്കൂറ്റം നോക്കൂ. കേകയ രാജ്യത്തില് രാജാവ് വിദേശ പര്യടനത്തിന് പോകുമ്പോ സൈന്യത്തിന് ട്രെയിനിങ് കൊടുത്തത് കൈകേയിയാണ്. ആ സൈന്യങ്ങൾക്ക് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന കൈകേയിയാണ്. രാജ്യം ഭരിച്ചത് കൈകേയിയാണ്. അപ്പോ ശരിക്ക് രാവണന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചത് മുഴുവനും മണ്ഡോദരിയാണ്. ബാലി ചെയ്ത തിന്മകളെ മുഴുവനും ബാലിക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നത് താര എന്ന ഭാര്യയാണ്. മന്ത്രിയെ പോലെയാണ് ഭാര്യ. ഇപ്പൊ ശരിക്ക് നമ്മൾക്കൊക്കെ ആരൊക്കെയോ പറഞ്ഞ് മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞ് എന്താ മനുസ്മൃതി എന്ന് പോലും അറിയാത്ത ചില പുരോഗമനവാദികളുടെ തലയ്ക്കകത്ത് ആരോ ക്യാൻസറിന്റെ വിത്ത് വിതച്ചതുപോലെയാണ് മനുസ്മൃതിയെ പറയാ. ആ മനുസ്മൃതി ഒരിക്കലെങ്കിലും വായിച്ചെങ്കിൽ ഈ മനുസ്മൃതിയെ അത്രയും കാലം തിന്മ നിറഞ്ഞ രീതിയിൽ പറഞ്ഞവര് അടുത്ത മിനിറ്റിൽ കയറെടുത്ത് തൂങ്ങിച്ചാകും. യാക്കൂബ് മേമനെ കൊന്ന പോലെ ഇവരെ ഒന്നുകിൽ കൊല്ലണമെന്ന് അവര് തന്നെ പറയും, അല്ലെങ്കിൽ തന്നെത്താനെ ചാവും. എന്താ മനുസ്മൃതിയിൽ എഴുതിയിരിക്കുന്നതെന്ന് പോലും അറിയാതെ, വായിക്കാതെ, ആ മനുസ്മൃതിയിൽ എഴുതിയിരിക്കുന്നതിന്റെ 1000 മടങ്ങ് തിന്മകള് ഖുറാനിൽ എഴുതിയിട്ടുണ്ട്. 1000 മടങ്ങ് തിന്മകള് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. വെറുതെ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എത്ര തിന്മകൾ അതിനകത്ത് സ്ത്രീകൾക്കെതിരെയും മറ്റും എഴുതിയിരിക്കുന്നതെന്ന്. യഹോവ കൊല്ലുന്ന വ്യക്തികളുടെ എണ്ണത്തിന് ഒരു കണക്കില്ല. അതേപോലെ തന്നെ അള്ളാഹു പ്രവാചകൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതുകയാണ്. സ്ത്രീകളുടെ കാര്യത്തിലായാലും മറ്റല്ല, യുദ്ധത്തിന്റെ കാര്യത്തിലായാലും അതിന്റെ 10 കോടിയിലൊരു അംശം മനുസ്മൃതിയിലില്ല. ഞാൻ മനുസ്മൃതിയെ ന്യായീകരിക്കുകയോ അന്യായീകരിക്കുകയോ ചെയ്യല്ല. ഞാനിത് പറഞ്ഞത് അമ്മമാര്, സ്ത്രീകള് ഭാരതത്തില് ഒരു കുടുംബ ദീപമായിരുന്നു, ഗൃഹലക്ഷ്മിയായിരുന്നു. നമ്മുടെ ഇതിഹാസങ്ങളിൽ മുഴുവനും സ്ത്രീകളാ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത്. അങ്ങനെയുള്ള അമ്മമാർക്ക്, അങ്ങനെയുള്ള ഭാര്യമാർക്ക്, അങ്ങനെയുള്ള മകൾക്ക്, അങ്ങനെയുള്ള സഹോദരിമാർക്കാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തെ ധന്യമാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ അമ്മമാരാണ്, സഹോദരിമാരാണ്, ആ പെൺമക്കളാണ് നമ്മളുടെ വീട്ടിനകത്ത് വളരുന്ന തലമുറയ്ക്ക് ഏറ്റവും അധികം നന്മ കൊടുക്കേണ്ടത്. പണ്ട് അച്ഛന്മാർ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പുറത്തിറങ്ങി രാവിലെ തൊട്ട് രാത്രി വരെ വയലിൽ പണിയെടുത്ത് അല്ലെങ്കിൽ മറ്റു പണിയെടുത്ത് വീടിന്റെ നിത്യനിദാന ചെലവുകൾക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്ത് ഉണ്ടാക്കി കൊടുത്ത് ഭാര്യയുടെ കൊടുക്കണം. അപ്പൊ അവർ എക്സ്റ്റേണൽ കാര്യങ്ങൾ നോക്കുമ്പോ ഭാര്യ അല്ലെങ്കിൽ പെൺമക്കള് ഇന്റേണൽ കാര്യങ്ങൾ നോക്കുന്നു. ഒരു ജീവിതത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. പുരുഷന്മാര് ശരീര അധ്വാനം ചെയ്ത് വീട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങള് വീട്ടിലുണ്ടാക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നു. അപ്പൊ അച്ഛന്റെ ജോലി വീടിനെ ഗ്രേറ്റ് ആക്കല്, അമ്മയുടെ ജോലി വീടിനെ ഗുഡാക്കല്. അപ്പൊ ശരിക്ക് ആ അമ്മയാണ് നമ്മുടെ മക്കൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം,
നല്ല കഥകൾ കേൾപ്പിക്കണം, രസകരമായ രീതിയിൽ കേൾപ്പിക്കണം, പതുക്കെ കേൾപ്പിക്കണം. ഓരോ കഥയും പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിലെ ചോദ്യങ്ങൾ ചോദിക്കണം. ഒരിടത്ത് ഒരു രാജ്യത്തില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോ ആരാ ഉണ്ടായിരുന്നേ? ഒരു രാജാവ്. എവിടെയുണ്ടായിരുന്നത്? ഒരിടത്ത്. ആ രാജാവിന് 50 വയസ്സായിരുന്നു. എത്ര വയസ്സായിരുന്നു രാജാവിന്? 50 വയസ്സായിരുന്നു. ഇത് എപ്പോഴുള്ള കഥയാണ്? പണ്ടുള്ള കഥയാണ്. അങ്ങനെ കുട്ടികളോട് ചോദിച്ച് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിചാരിക്കാം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ ഓരോ ചോദ്യം കുട്ടിയോട് ചോദിക്കുമ്പോഴും ആ കുട്ടിയുടെ തലച്ചോറ് ആ സമയം 7 ഇരട്ടി പ്രവർത്തിക്കുകയാണ്, 7 ഇരട്ടി ആക്റ്റീവ് ആവാണ്. അപ്പൊ കഥ പറഞ്ഞു കൊടുക്കല് മാത്രമല്ല, അത് രസകരമാക്കല്, വളരെ ലോ വോയിസിൽ പറഞ്ഞു കൊടുക്കല്, അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടിയെ തലോടല്, ആ കുട്ടിയുടെ മുഖത്ത് ചിരിച്ചുകൊണ്ട് നോക്കല്, ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യല്. നോക്ക, അമ്മ കഥ പറഞ്ഞു തരുമ്പോ മോനെ എന്ത് ശ്രദ്ധയോടുകൂടിയാ കേൾക്കണത്. അപ്പൊ മോനെ പോലൊരു കുട്ടിയെ കിട്ടിയത് അമ്മയ്ക്ക് എന്തൊരു പുണ്യാണ്. അമ്മയും അച്ഛനും പറയാറുണ്ട്, നിന്നെ പോലൊരു മകനെ കിട്ടിയത് ഞങ്ങളുടെയൊക്കെ പുണ്യമാണെന്ന് പറയാറുണ്ട്. എന്നാലോചിച്ച് നോക്കൂ, നീ എന്ത് ശ്രദ്ധിച്ചായിരിക്കണേ. അമ്മ കഥ പറഞ്ഞു തരുമ്പോ നിന്റെ മുഖത്തെ തിളക്കം കാണുമ്പോ അമ്മയ്ക്ക് എന്ത് ഇഷ്ടറിയോ. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നോക്കൂ. ഇപ്പൊ നമുക്ക് കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി, മോട്ടിവേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി, എൻകറേജ് ചെയ്യാനുള്ള അവസരം കിട്ടി. അവന് കുറവുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോ അമ്മ കഥ പറയുമ്പോ മോനുറങ്ങുമ്പോ അമ്മയ്ക്ക് വിഷമാ. അപ്പൊ പിന്നെ അമ്മ കഥ നിർത്തും. പിന്നെ മോന് ക്ഷീണല്ലേ, അതുകൊണ്ട് മോനുറങ്ങിയാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ വിചാരിക്കും അടുത്ത ദിവസം കഥ പറഞ്ഞു തരാമെന്ന് വിചാരിക്കും. ആ കുട്ടി അമ്മയുടെ കൂട്ടത്തിലാണ്, അമ്മ കുട്ടിയുടെ കൂട്ടത്തിലാണ്. അപ്പൊ ശരിക്കും നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ നമുക്ക് മഹാഭാരതത്തിലെ കഥ പറഞ്ഞു കൊടുക്കാം. എത്രയാ കഥകളുള്ളത് അതില്? 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തില് 60,000-ഓളം ശ്ലോകങ്ങൾ കഥകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭീഷ്മോപദേശം എന്ന ഭാഗത്തില് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മര് ധർമ്മപുത്രർക്കും അർജുനനും ഓരോ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഓരോ അധ്യായം ഓരോ കഥയാണ്. അല്ലയോ ധർമ്മപുത്ര, നീ സത്യസന്ധനായിരിക്കണം. രാജാവായി ഭരിക്കുന്നിടത്തോളം കാലം നീ രാജ്യത്തിൽ സത്യം പാലിക്കാൻ നിർബന്ധിതനാണ്. എന്നിട്ട് അടുത്ത വരി എന്നറിയാം, ഞാനൊരു കാകരാജാവിന്റെ കഥ നിനക്ക് പറഞ്ഞു തരാം. ഒരു സത്യസന്ധനായ കാകരാജാവ് എങ്ങനെയാണ് കാകരാജ്യം ഭരിച്ചതെന്ന് പറഞ്ഞുതരാം. അങ്ങനെ ഒരു കാകരാജാവ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു കാകരാജ്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മര് ധർമ്മപുത്രൻ എന്ന ഇത്രയും ഉജ്ജ്വലനായ ഒരു രാജാവിന് പോലും സത്യത്തിന്റെ വില പറഞ്ഞു കൊടുത്തത് കാക്കയുടെ കഥ പറഞ്ഞിട്ടാണ്. അപ്പൊ കഥ കേൾക്കുന്നത് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല താല്പര്യം, അത് വലിയവർക്കും താല്പര്യമാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താ? കഥയും മനസ്സിൽ നിൽക്കും, സന്ദേശവും മനസ്സിൽ നിൽക്കും അനാദികാലം. കഥ കളയണമെങ്കിൽ പിന്നീട് കളയാം, സന്ദേശം നിലനിർത്തുമ്പോൾ സന്ദേശം നിലനിർത്തുകയും ചെയ്യാം. നമ്മുടെ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരാ, അതിൻ്റെ സന്ദേശവും കൂടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ പുരാണങ്ങളിൽ കഥയുണ്ട്, പ്രഹ്ലാദന്റെ കഥയുണ്ട്. ഡോക്ടർ അനന്തമോഹൻ എന്ന് പറഞ്ഞൊരു ഗൈനക്കോളജിസ്റ്റ് ഷൊർണൂരുണ്ട്. അദ്ദേഹവും കൂട്ടത്തിലുള്ള കുറേ ഡോക്ടർമാരും പല പല ജയിലുകളിൽ പോയി, ജുവനൈൽ ഹോമിൽ പോയിട്ട് പാവപ്പെട്ട കുട്ടികൾ, തെറ്റ് ചെയ്ത കുട്ടികളുടെ അടുത്ത് സംസാരിച്ചു. അവര് ഇനി എന്താവണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചു അത്രേ. ഈ കുട്ടികളൊക്കെ പറഞ്ഞെന്തറിയാമോ? ഇപ്രാവശ്യം ഞാൻ കള്ളത്തരം ചെയ്തപ്പോ പോലീസ് എന്നെ പിടിച്ചു, അടുത്ത പ്രാവശ്യം പോലീസ് പിടിക്കാത്ത വിധത്തിൽ കള്ളത്തരം ചെയ്യണം, ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നാ പറഞ്ഞത്. അതായത് ഭൂരിഭാഗവും പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു വലിയ കള്ളത്തരം ചെയ്യുന്ന വ്യക്തിയാണ്, നല്ല പണക്കാരനാവും. അതിന് ജോലി ചെയ്താലൊന്നും പണക്കാരനാവാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോണെന്ന് ആ കുട്ടികൾ പറഞ്ഞു. ആ കുട്ടികൾക്ക് ഹനുമാന്റെ കഥ പറഞ്ഞു കൊടുത്തു, ധ്രുവന്റെ കഥ പറഞ്ഞു കൊടുത്തു, പ്രഹ്ലാദന്റെ കഥ പറഞ്ഞു കൊടുത്തു, നചികേതസിന്റെ കഥ പറഞ്ഞു കൊടുത്തു. 15 ദിവസം വ്യത്യസ്തമായ കഥകള് ഡോക്ടർമാര് പറഞ്ഞു കൊടുത്തു. 15 ദിവസം കഴിഞ്ഞ് കുട്ടികളോട് ചോദിച്ചപ്പോ അവര് 15 ദിവസം മുമ്പ് പറഞ്ഞതൊന്നുമല്ല അവര് പറഞ്ഞത്. എനിക്ക് ധ്രുവനെ പോലെ ആകണം, പ്രഹ്ലാദനെ പോലെ ആകണം. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണമുണ്ട്. ഇപ്പൊ 10-15 ദിവസം കൊണ്ട് ഏറ്റവും നെഗറ്റീവ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളെ ഏറ്റവും വലിയ പോസിറ്റീവ് ആക്കാൻ സാധിച്ചു. അപ്പൊ നമുക്ക് നമ്മുടെ മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം, അത് കേൾപ്പിക്കണം.
ആ കഥകള് സിനിമയിലും പുസ്തകത്തിലൂടെയും കാണിപ്പിക്കണം. ആ കഥകളെക്കുറിച്ച് ചെറിയ ചെറിയ രീതിയിൽ ചർച്ച ചെയ്യണം. അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കണം. ആ കഥകളെക്കുറിച്ച് അവരെ ചിന്തിപ്പിക്കണം, നല്ല രീതിയിൽ ചിന്തിപ്പിക്കണം. എന്നിട്ട് ഓരോ നല്ല ഗുണങ്ങളും ഉണ്ടെങ്കിലുള്ള ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓരോ ചീത്ത ദോഷങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താണ് പരിണതഫലം എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കണം. ഇപ്പോൾ ദോഷങ്ങൾ ഉണ്ടാവുമ്പോൾ പരിണതഫലം എന്തായിരിക്കും, ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ പരിണതഫലം എന്തായിരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പ വഴി കഥകൾ തന്നെയാണ്. അപ്പൊ ഈ കഥകളിലൂടെയാണ് ഏത് മനുഷ്യനും വളരേണ്ടത്. അത് ഏത് പ്രായക്കാർക്കും കഥകളാവാം. അതുകൊണ്ടാണല്ലോ ബാഹുബലി എന്ന സിനിമ കാണാൻ എത്ര ആൾക്കാർ പോയി. 650 കോടി രൂപയാണ് ഇതുവരെയുള്ള കളക്ഷൻ എന്നാ പറയുന്നത്. ബാഹുബലി ഒരു കഥയാണ്. മഹിഷ്മതി എന്ന ഒരു രാജ്യത്തിലെ രാജാവിന്റെ കഥയാണ്. അത് കഥയാണ്. യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. മഹിഷ്മതി എന്ന് പറയുന്ന രാമായണത്തിൽ പറയുന്ന ഒരു ഇതാണ്. മഹിഷ്മതി എന്നുള്ളത് വേദത്തിലും പറയുന്നുണ്ട്, മഹാഭാരതത്തിലും പറയുന്നുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തിലെ ഒരു കഥയാണ് വിവരിച്ചിരിക്കുന്നത്. ഇത്രയും അധികം ആൾക്കാർ കാണാൻ പോകാൻ കാരണം എന്താണ്? ആ കഥയ്ക്കകത്ത് വലിയൊരു സന്ദേശമുണ്ട്. അതുകൊണ്ടാണല്ലോ പോകുന്നത്. ഓരോ കഥയും കഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ സിനിമാ കഥ കാണാൻ ആൾക്കാർ പോകുന്നത്. വ്യത്യസ്തമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും ക്വാളിറ്റിയുള്ളവരും പോകാൻ കാരണം കഥകൾ ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ പോയിന്റേ ആയുള്ളൂ. 2 യൂട്യൂബ് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരെണ്ണം പറഞ്ഞത് കഥകളെ കുറിച്ചിട്ടാണ്. കഥകൾ നിങ്ങൾ പഠിക്കണം, അത് നിങ്ങളുടെ മക്കളെയും മറ്റുള്ളവരെയും പഠിപ്പിക്കണം, അത് പ്രചരിപ്പിക്കണം. അതിലൂടെ പലതും പ്രതികരിക്കാനും നമുക്ക് കഥകളിലൂടെ നമുക്ക് പ്രതികരിക്കാനും സാധിക്കണം. അങ്ങനെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ മക്കളിലൊക്കെ മാറ്റം ഉണ്ടാവാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പോളിസി മാറ്റിയത് കൊണ്ടോ ഒന്നും നടക്കില്ല. എല്ലാ സ്കൂളിലും ടീച്ചേഴ്സിന് എന്ത് വേണമെങ്കിൽ പഠിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്കൊരു സ്കൂളുണ്ട്, ഭാരതീയ വിദ്യാവിഹാർ എന്ന സ്കൂൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ്. നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. എല്ലാ ദിവസവും കഥകള്, ഉപദേശങ്ങള്, പഴഞ്ചൊല്ലുകള് കേൾപ്പിക്കാറുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഒരാളും എതിർക്കണില്ല. വിദ്യാഭ്യാസ മന്ത്രിയെയോ വിദ്യാഭ്യാസ സിലബസോ മാറ്റുന്നതിന് പകരം ടീച്ചേഴ്സിന്റെ മനസ്സ് മാറ്റിയാൽ മതി, മാതാപിതാക്കളുടെ മനസ്സ് മാറ്റിയാൽ മതി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതെങ്കിലും ചെയ്താൽ അടിമുടി മാറ്റം വരുത്താൻ സാധിക്കും. ഒരു ടീച്ചർ ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് പറഞ്ഞു തരുമൊന്നുമില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും വരില്ല, കേരള വിദ്യാഭ്യാസ മന്ത്രിയും വരില്ല. നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കുട്ടികളെ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, നമുക്കുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സിന് കഥകൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ 5 മിനിറ്റ് കഥകൾ പറഞ്ഞു കൊടുക്കാം, ഉപദേശങ്ങൾ കൊടുക്കണമെങ്കിൽ ഉപദേശങ്ങൾ കൊടുക്കാം. അതൊന്നും നമ്മുടെ മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രിയോ മന്ത്രാലയമോ തടയുന്നില്ല. അപ്പൊ പുസ്തകത്തിലുള്ളത് മാത്രമേ പഠിപ്പിക്കാവൂ എന്നും പറഞ്ഞിട്ടില്ല. അവര് നല്ലത് പഠിപ്പിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇനിയും നമുക്ക് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കലുണ്ട്, അതിന് എക്സാമ്പിൾ പറയുന്നുണ്ടാവും. പിന്നെ ഉപദേശങ്ങൾ കൊടുക്കലിനെ കുറിച്ച് എക്സാമ്പിൾ ഉണ്ടാവും. ജീവിത സത്യങ്ങൾ പറഞ്ഞു കൊടുക്കലിനെ കുറിച്ച് എക്സാമ്പിൾ ഉണ്ടാവും. പിന്നീട് ഇത് ഇംഗ്ലീഷിലും വിവരിക്കുന്നുണ്ടാവും. പ്രണാമം, നമസ്കാരം.